പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 11 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യാം, ജയകരമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യാം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യാം. അത്ഭുതമായി നമ്മളെ ഈ ദിവസം കർത്താവ് പരിപാലിക്കുന്നതിന് സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാൽ, അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഇന്നലത്തെ സഭായോഗങ്ങളെ അനുഗ്രഹമാക്കിയതിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര മതിയായവൻ. അങ്ങയുടെ സ്നേഹമോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയുടെ കരുണയോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായി അങ്ങ് നടത്തുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, 150 സങ്കീർത്തനം പറഞ്ഞു, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവൻ്റെ മന്ദിരമായി നമ്മൾ മാറിയിരിക്കുമ്പോൾ ഈ മന്ദിരത്തിൽ നിന്നും കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ സ്തുതിക്കണം. കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിപ്പീൻ. ഇന്ന് പ്രഭാതത്തിൽ ശബ്ദമുയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു, കർത്താവ് മാറാത്തവനാകുന്നു, കർത്താവ് മതിയായവനാകുന്നു, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ആമേൻ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ആമേൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതം അനുഗ്രഹ സമ്പൂർണ്ണമായി തീരട്ടെ, ഇവരുടെ ജീവിതം ധന്യമായി തീരട്ടെ. ഇവരിന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തികൾ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അമേൻ. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില എൻകൗണ്ടറുകൾ, അമേൻ, യേസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വചനം കേട്ടവരുടെ മേലൊക്കെയും ആത്മാവ് വന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ജനം ആത്മശക്തിയിൽ നിറയട്ടെ, ആത്മസാന്നിധ്യത്താൽ നിറയട്ടെ. ഇതുവരെ അനുഭവിക്കാത്ത ചില ആത്മീക അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. ഇതുവരെ അനുഭവിക്കാത്ത ചില ആത്മീക അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ആമേൻ, രോഗക്കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, രോഗത്തിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. സാമ്പത്തികമായ വിടുതലുകൾ സംഭവിക്കട്ടെ, ജോലിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, കുടുംബജീവിതത്തിനകത്ത് സമാധാനവും സന്തോഷവും വ്യാപരിക്കട്ടെ, അവരുടെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നടന്നിരിക്കുന്നതിന് സ്തോത്രം, അവരുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നതിന് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാക്കി ആമേൻ ഓരോരുത്തരെയും മാറ്റുന്നതിന് സ്തോത്രം. നാളത്തെ സഭായോഗങ്ങൾ ലോകവ്യാപകമായി കർത്താവെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണം. ആമേൻ. നാളെ ഒരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. യൂറോപ്പിൽ നാളെ ഉണർവുണ്ടാകട്ടെ, ഓസ്ട്രേലിയയിൽ നാളെ ഉണർവുണ്ടാകട്ടെ, ആഫ്രിക്കയിൽ നാളെ ഉണർവുണ്ടാകട്ടെ, അമേരിക്കയിൽ നാളെ ഉണർവുണ്ടാകട്ടെ, ഏഷ്യയിൽ ഉണർവുണ്ടാകട്ടെ. ഈ ഞായറാഴ്ചത്തെ സഭായോഗം ലോകവ്യാപകമായ ഉണർവിന് കാരണമായി തീരട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും അസാധാരണമായ ദൈവിക സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യും. എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് യേശുവിനെ ഉയർത്തുവാനാണ്, പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനാണ്.
ആമേൻ. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, തൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചിരിക്കുന്ന എൻ്റെ ജനം. അപ്പം കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് കർത്താവിൻ്റെ മഹത്വത്തെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ മഹാശക്തിയെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ പ്രവൃത്തികളെ നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ. അപ്പോൾ നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടാൻ വേണ്ടിയാ നമ്മളെ ഭൂമിയിലാക്കി വെച്ച്. ആ വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ആര് മഹത്വപ്പെടണം? യേശു മഹത്വപ്പെടണം, പിതാവ് ഉയർത്തപ്പെടണം. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഇവിടെ എന്ത് തിന്നാലും കുടിച്ചാലും എന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്താലും, വാട്ട് എവർ വി ഡു, എന്തൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്താലും അതൊക്കെ എന്തിനു വേണ്ടി ആയിരിക്കണം? കർത്താവിനെ ഉയർത്താനായിരിക്കണം, യേശുവിന് മഹത്വം കൊടുക്കുവാനായിരിക്കണം. ആമേൻ. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അപ്പം നമുക്ക് ആ ഒരു തിരിച്ചറിവും ആ ഒരു ബോധ്യവും നമ്മുടെ ഉള്ളത്തിൽ വേണം. കർത്താവ് എന്നെ വിളിച്ചതിൻ്റെ പിൻപിൽ ഉദ്ദേശം എന്തുവാ? കർത്താവിനെ മഹത്വം. അപ്പം ഞാൻ ജോലിയിൽ ചെന്നാൽ അവിടെയും ഞാൻ ആരെ ഉയർത്തണം? കർത്താവിനെ. അത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ കർത്താവെ സ്തോത്രം സ്തോത്രം എന്ന് പറയുന്നതല്ല. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജോലി കാണുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ ഇരിക്കുന്നവർ പറയണം, അയ്യോ ഇവരുടെ ദൈവം നല്ല ദൈവം, ഇവൻ എത്ര ഭംഗിയാണ്, ഇവൻ എത്ര വിശ്വസ്തനായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ദൈവത്തെ സ്നേഹിക്കുന്ന അതിൻ്റെ ലക്ഷണമാണ് നമ്മുടെ വിശ്വസ്തത എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് വാക്കുകൊണ്ട് ചിലപ്പം കുറേ സ്തോത്രം പറയാൻ പറ്റും, ഗ്ലോറി ഗ്ലോറി എന്ന് പറയാൻ പറ്റും. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയണം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രമെന്ന് മറ്റുള്ളവർ പറയണം. ദാനിയേലിനെ കുറിച്ച് അവിടെയുള്ളവർ പറഞ്ഞു, ജോസഫിനെ കുറിച്ച് അവിടെയുള്ളവർ പറഞ്ഞു. ഇതുപോലെ നമ്മളെക്കുറിച്ച് നമ്മളെ കാണുന്നവർ പറയണം, ദൈവത്തിന് മഹത്വം, എത്ര വിശ്വസ്തനാണ്, എത്ര എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മളെക്കുറിച്ച്. നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആരെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം? കർത്താവിനെ മഹത്വപ്പെടുത്തും. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് നമ്മളെ വെളിപ്പെടുത്താനല്ല, നമ്മളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനല്ല, നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയല്ല നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മളെ ആക്കിയിരിക്കുന്നത് യേശുവിന് മഹത്വം കൊടുക്കാൻ. ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ യേശുവിനെ ഉയർത്താമെങ്കിൽ യേശു നമ്മളെ ഉയർത്തിക്കോളും. നമ്മളിലൂടെ യേശു ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ, ഓർത്തോണം, നമ്മളിലൂടെ യേശു ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ അവൻ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരിക്കണം, എന്നിലൂടെ യേശു ഉയർത്തപ്പെടണം, എന്നിലൂടെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടണം. എൻ്റെ ജോലിയിലൂടെ, എൻ്റെ കുടുംബജീവിതത്തിലൂടെ, ഞാൻ വാഹനം ഓടിക്കുമ്പോൾ അതും യേശുവിൻ്റെ മഹത്വത്തിനായി തീരണം. ഞാൻ എന്ത് ചെയ്താലും അതെന്തായിരിക്കണം? കർത്താവിന് മഹത്വം വരുന്നതായിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിലൊരു വലിയ ആഗ്രഹം ഉണ്ടാകണം, എൻ്റെ വസ്ത്രധാരണം യേശുവിനെ ഉയർത്തുന്നതായിരിക്കണം. എൻ്റെ ജോലി, എൻ്റെ കുടുംബജീവിതം, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഞാൻ ചെയ്യുന്ന ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ആരെ ഉയർത്താനായിരിക്കണം? യേശുവിനെ മഹത്വപ്പെടുത്താനായിരിക്കണം. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടോ? ദൈവം നിങ്ങളെ അത്ഭുതകരമായി ഉയർത്തും, നിങ്ങളെ അതിശയമാക്കി മാറ്റും, നിങ്ങളെ ശ്രേഷ്ഠമാക്കി മാറ്റും. ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിച്ചാൽ അവർ യേശുവിന് മഹത്വം പറയണം. ആമേൻ. കാരണം എൻ്റെ വാക്കുകൾ അങ്ങനത്തെ വാക്കുകളായിരിക്കണം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിലൂടെ യേശുവിനെ ഉയർത്തണം. ആമേൻ. ഞാൻ ആരോട് ഇടപെട്ടാലും അവരൊക്കെ യേശു നല്ലവനെന്ന് യേശുവിന് മഹത്വം കൊടുക്കണം. അപ്പം വാക്കിനാലും ക്രിയയാലും നാം എന്ത് ചെയ്താലും ആർക്ക് മഹത്വത്തിനായിരിക്കണം? യേശുവിന് മഹത്വത്തിനായിരിക്കണം. ഇന്ന് ഒരു തീരുമാനമെടുക്കാമോ? എൻ്റെ ജീവിതം യേശുവിനെ മഹത്വപ്പെടുത്തും എന്ന് വെച്ചാൽ യേശുവിനെ ഡിസ്പ്ലേ ചെയ്യും, യേശുവിനെ വെളിപ്പെടുത്തും, യേശുവിന് ആമേൻ എല്ലാവരും മഹത്വം കൊടുക്കാൻ എൻ്റെ ജീവിതം കാരണമാകും. അങ്ങനെ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ നിങ്ങളെ കർത്താവ് അത്ഭുതമാക്കി തീർക്കും. എന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. അതായിരിക്കണം നമ്മുടെ ഡിസിഷൻ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ അങ്ങനെ ഒരു ഡിസിഷനും ജീവിച്ച് നിങ്ങളുടെ ജീവിതം മറിയുവാൻ തുടങ്ങും. നിങ്ങളൊരു അത്ഭുതമായി തീരുവാൻ തുടങ്ങും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറ, അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.